ശ്രീ വി കെ സനോജ് 8 മിനിറ്റ്. സർ, ഈ ധനാഭ്യർത്ഥന ബില്ലുകളെ ഞാൻ എതിർക്കുകയാണ്. ഈ മഹത്തായ സഭയിലേക്ക് എന്നെ തിരഞ്ഞെടുത്ത മട്ടന്നൂരിലെ ജനങ്ങളോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ വലിയ പിന്നോട്ടടിയുടെയും ആശങ്കയുടെയും ചിത്രമാണ് ഈ അവതരിപ്പിച്ച ബജറ്റ് മുന്നോട്ട് വെക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നേ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വിവിധ സൂത്രവിദ്യകളെല്ലാം പ്രഖ്യാപിച്ചവരാണ് ഭരണപക്ഷത്തിരിക്കുന്നത്. എന്നാൽ ആ കാര്യങ്ങളൊന്നും ഈ ബജറ്റ് പ്രസംഗത്തിൽ കാണാനില്ല. സംസ്ഥാനത്ത് 25,000 കോടിയുടെ നികുതി കുടിശ്ശികയുണ്ടെന്നും അത് ഞങ്ങൾ പിരിച്ചെടുക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. 15,000 കോടി സ്വർണ്ണ നികുതിയിൽ നിന്ന് കണ്ടെടുക്കും എന്ന് പറഞ്ഞിരുന്നു. IGSTയുടെ ചോർച്ച അത് അടയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളെ പറ്റിച്ചവർ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഈ ബജറ്റിൽ പ്രതിപാദിക്കുന്നില്ല. സാർ, വൻകിട പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ വൻകിട പദ്ധതികൾക്ക് നാമമാത്രമായ തുകയാണ് ചെലവഴിച്ചത്. പല പദ്ധതികളുടെയും തറക്കല്ലിടൽ ചടങ്ങിനാവശ്യമായ തുക മാത്രം പ്രഖ്യാപിച്ച് ആളുകളെ പറ്റിക്കുന്നു എന്നാണ് കാണാൻ വേണ്ടി കഴിയുക. വെറും ടോക്കണൈസേഷൻ വിദ്യയായിട്ട് ഈ ബജറ്റ് മാറുന്നു എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇടതുപക്ഷത്തിന്റെ കാലത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ബ്ലോക്കിന് വേണ്ടി മാത്രം 365 കോടി ചെലവഴിച്ചു സാർ. പക്ഷെ ഇപ്പോ 2 മെഡിക്കൽ കോളേജുകൾ തുടങ്ങാൻ കേവലം 100 കോടി പ്രഖ്യാപിച്ചായിട്ടാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ജാലവിദ്യ മാത്രം ആയി കാണുകയാണ്. മറ്റൊന്നിവിടെ ഭരണപക്ഷത്തിന്റെ ഭാഗമായുള്ള ചിലർ ഇലക്ഷൻ സമയത്ത് നടത്തിയിട്ട് ചില പ്രസംഗങ്ങളുണ്ടായിരുന്നു സാർ. അവർ പറഞ്ഞത്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞത്, 10 വർഷം സമുദായത്തിന് വലിയ നഷ്ടമുണ്ടായി. ആ സമുദായത്തിന് നഷ്ടം നികത്താൻ നിങ്ങൾ ഞങ്ങളെ വിജയിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ അവർ നഷ്ടം നികത്തുന്നു സാർ. PM ശ്രീയിൽ ഒപ്പിട്ട് നഷ്ടം നികത്താൻ വേണ്ടി നോക്കുകയാണ്. മദ്യം ഒഴുക്കി നഷ്ടം നികത്താൻ വേണ്ടി നോക്കുകയാണ്. മോദിയുടെ പണം സ്ഥാപിച്ച് നഷ്ടം നികത്താൻ വേണ്ടി നോക്കുകയാണ്. ഇതൊന്നും സമുദായത്തിന് ഇഷ്ടപ്പെട്ടതായിരുന്നില്ല. ഇതൊരിക്കലും സമുദായത്തിന് നഷ്ടപ്പെട്ടതായിരുന്നില്ല. ഇതെല്ലാം സമുദായത്തിന്റെ പേരിൽ വോട്ട് പിടിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള വിദ്യകളാണ് എന്ന് ജനം തിരിച്ചറിയുന്നു സാർ. ഇവിടെ ഇപ്പോ ലൈഫിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന വീടുകൾക്ക് മോദിയുടെ പടം ഒട്ടിക്കണം എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ വയനാട്ടിൽ കുറച്ചുപേർ ഇപ്പോഴും തെരുവിൽ നിൽക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ വയനാട് MP കൊടുത്ത കലണ്ടറാണുള്ളത്, പ്രിയങ്ക ഗാന്ധിയുടെ കലണ്ടർ. അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് കോൺഗ്രസ് എല്ലാം കൂടി 300 വീട് വെച്ച് തരും എന്നാണ്. ആ വീട് കാത്ത് ആ കലണ്ടറും തൂക്കി നിൽക്കുന്ന ആ പാവപ്പെട്ട ജനങ്ങളോട് എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരു ഭാഗത്ത് ഇടതുപക്ഷം പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയിട്ടുള്ള വീടുകളിൽ മോദിയുടെ പടം വെക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ആ തെരുവിലേക്ക് കലണ്ടറും കൊടുത്തു വിട്ടിരിക്കുന്നു. ഇതിനെല്ലാം ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട് സാർ. മറ്റൊരു കാര്യം, സഭയിൽ പലതരത്തിലുള്ള വിസ്മയങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വിസ്മയ പ്രഖ്യാപനം നടത്തിയ ആളുകൾ ഇവിടെ ഇപ്പൊ കുട്ടനാട് MLA കാണുന്നില്ല. കുട്ടനാട് MLAയോട് നമ്മുടെ മുഖ്യമന്ത്രി എങ്ങനെയാണ് പെരുമാറിയത്? സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ആ വീഡിയോ വൈറലായില്ലേ? അങ്ങനെയൊക്കെ പെരുമാറാൻ വേണ്ടി പാടുണ്ടോ? മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചാരാണ് സാർ? ഇടതുപക്ഷത്തിന്റെ ആളുകളല്ല. അവിടെ വള്ളംകളിയുടെ സംഘാടകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുന്ന നിലയിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ വന്നില്ലേ? ഇത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു നിലപാട്, ഇരിക്കുമ്പോൾ മറ്റൊരു നിലപാട്. ഇത് ഇരട്ടത്താപ്പാണ്. ഈ ഇരട്ടത്താപ്പ് നടത്തുന്ന ആളുകൾ ഈ നിലയിൽ നമ്മുടെ സഭയിൽ ഉണ്ടാവുന്നത് അപമാനമാണ് സാർ. ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി അതിന് ചേർത്ത് പറയാനുള്ളത്, തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി. ജൻസി വിഭാഗത്തെ ആകർഷിക്കാൻ വേണ്ടി പറഞ്ഞത്, ഇതാ വാഹനങ്ങൾക്ക് മോഡിഫിക്കേഷനുള്ള അവകാശം തരും എന്നാണ്. പക്ഷേ വാഹനങ്ങൾക്ക് ഇപ്പോ മോഡിഫിക്കേഷൻ അല്ല, മോഡിഫിക്കേഷൻ എന്ന നിലയിലേക്ക് മറ്റു കാര്യങ്ങളിൽ കിടക്കുന്നു എന്നാണ് കാണാൻ വേണ്ടി കഴിയുക. ഇവിടെ ഇപ്പൊ കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് ഒരു RSS നോമിനിയെ വെച്ചിരിക്കുന്നു. MG സർവകലാശാലയിൽ
സെനറ്റിലേക്ക് RSS നോമിനികളെ വെച്ചിരിക്കുന്നു. പലയിടങ്ങളിലും RSS ആളുകളെ തിരികെ കയറ്റുന്നു എന്നത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറായിട്ട് RSS നിയോഗിച്ച ഒരാളെ ഇതാ വെച്ചിരിക്കുന്നു എന്ന് കോൺഗ്രസ് നേതാവ് തന്നെ പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ മോദിഫിക്കേഷൻ, മോദിക്ക് അനുകൂലമായ സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മറ്റൊരു കാര്യം മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 3.5 വർഷം ഈ മദ്യവുമായി ബന്ധപ്പെട്ട ചട്ട ഭേദഗതിയിൽ ഒരു അഭിപ്രായം പറയാതിരിക്കുന്ന ആളുകൾ എന്തിനാണ് സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞ് 3-ാം നാൾ ആ വിഷയം എടുത്തുകൊണ്ട് അവർക്ക് അനുകൂലമായ സമീപനം സ്വീകരിച്ചത്? ഉമ്മൻചാണ്ടി ബാർ പൂട്ടി എന്നാണ് ഇവർ അഭിമാനത്തോടുകൂടി പല സ്ഥലത്തും പറയുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത് 102 സീറ്റുണ്ടല്ലോ നിങ്ങൾക്ക്, ആ 102 സീറ്റുള്ള നിങ്ങൾ ഇപ്പോ ഉമ്മൻചാണ്ടി നേരത്തെ ബാർ പൂട്ടിയതുപോലെ പൂട്ടാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ പറഞ്ഞതാണ് ബാറുകൾ പൂട്ടിയത് ഉമ്മൻചാണ്ടിയാണ് എന്ന്. 102 സീറ്റുണ്ടെങ്കിൽ പിന്നെ ആ ബാറുകളെല്ലാം പൂട്ടിയിട്ട് മാതൃക കാണിക്കാൻ നിങ്ങൾ തയ്യാറാവുമോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. പിന്നെ മദ്യം ഒഴുക്കി എന്നാണ് ഇവർ പറയുന്നത്. LDFന്റെ കാലത്ത് ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്ത് 341.264 ലക്ഷം കേസ് മദ്യമാണ് ചെലവഴിച്ചതെങ്കിൽ 1ാം പിണറായി ഗവൺമെന്റ് കാലത്ത് 322.182 ലക്ഷം കേസ് മാത്രമാണ് ചെലവഴിച്ചത്. ഇതെല്ലാം ഇവർ നടത്തുന്ന വ്യാജ പ്രചരണമാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. മറ്റൊരു കാര്യം, ചില മാധ്യമങ്ങൾ ഇവിടെ പലതരത്തിലുള്ള രക്ഷാപ്രവർത്തനവുമായിട്ട് രംഗത്ത് വരികയാണ്. ഈ അഴിമതി കൈയോടെ പിടിക്കപ്പെട്ടപ്പോ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ അഴിമതി നടക്കുന്നു എന്ന് ഇടതുപക്ഷവും പ്രതിപക്ഷവുമെല്ലാം ചൂണ്ടിക്കാട്ടിയ സമയത്ത് അവർ രക്ഷിച്ചെടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് വരുന്നു. യഥാർത്ഥത്തിൽ സാർ, അഴിമതി വീര്യം കൂടിയ ആൽക്കഹോളുള്ള മദ്യം വിൽക്കുന്ന കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ ചട്ടം കൊണ്ടുവന്നതാണോ അഴിമതി? അതോ പകുതിയിലും താഴെയായി നികുതി കുറച്ചു കൊടുത്തുകൊണ്ട് ബെക്കാഡി കമ്പനിക്ക് കൊള്ളലാഭം കൊയ്യാൻ ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുത്തതാണോ അഴിമതി എന്നതാണ് ഇവിടെ വ്യക്തമാക്കേണ്ടത്. LDF ചട്ടം ഭേദഗതി വരുത്തിയത് 2002-2023 മന്ത്രിസഭ സുതാര്യമായാണ് മുന്നണിയിൽ ചർച്ച ചെയ്തുകൊണ്ടാണ്. അങ്ങനെ മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യം ഇവിടെ നികുതി കുറക്കുന്ന കാര്യത്തിനകത്ത് അന്ന് തീരുമാനമെടുത്തിരുന്നില്ല. പക്ഷേ നികുതി കുറച്ചു കൊടുത്തുകൊണ്ട് അഴിമതിക്ക് ആവശ്യമായിട്ടുള്ള ബെക്കാഡി കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള അനുകൂല സമീപനം സ്വീകരിക്കുന്നതല്ലേ അഴിമതി എന്നതാണ് ഇവിടെ വ്യക്തമാക്കേണ്ടത്. LDF കാലത്ത് കിട്ടിയിട്ടുള്ള അപേക്ഷകളിൽ എല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നിർവചനം വ്യക്തമാക്കാൻ അന്നത്തെ മന്ത്രി വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായത്. ഇത് ഭരണപരവും നിയമാനുസൃതവുമായിട്ടുള്ള നടപടിയല്ലേ സാർ? അതെങ്ങനെ? അതല്ലാതെ പിന്നെ എന്താണ് ഒരു ഗവൺമെന്റ് ചെയ്യാൻ വേണ്ടി കഴിയുക? ഇതിനെ ചില മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ച് രക്ഷാപ്രവർത്തന ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു എന്ന അപമാനകരമായ കാഴ്ച ചില പത്രങ്ങളിൽ കൂടി കാണാൻ വേണ്ടി കഴിയുകയാണ്. 2023 വീര്യം കുറഞ്ഞ മദ്യം ചട്ടത്തിൽ ഉൾപ്പെടുത്തി 2023 ജനുവരി 6 ഉത്തരവിറക്കി. ജനുവരി 11 ഗസ്റ്റ് വിജ്ഞാപനം വന്നല്ലോ. ഒരു പ്രതിഷേധവും പ്രതിപക്ഷം അന്ന് ഉന്നയിച്ചിട്ടില്ലല്ലോ. അന്ന് ഉന്നയിക്കാത്ത പ്രതിഷേധം എങ്ങനെയാണ് 3.5 വർഷം മിണ്ടാത്തവർ ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്ന കാര്യം കൂടി അറിയാൻ താല്പര്യമുണ്ട് സാർ. സമയകൃത്യത പാലിക്കണം. മറ്റൊന്ന്, ഇവിടെ ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റുകാരുടെ സാർവദേശീയ വീക്ഷണത്തെ എല്ലാം അപമാനിക്കാൻ, അതിനെല്ലാം പരിഹസിക്കാൻ ചില ആളുകൾ മുന്നോട്ട് വരുന്നു. സാർ, കമ്മ്യൂണിസ്റ്റുകാർക്ക് സാർവദേശീയ വീക്ഷണമുണ്ട് സാർ. ആ കാര്യങ്ങളെല്ലാം ആ നിലയിൽ തന്നെ അവലോകനം ചെയ്യും സാർ. നിങ്ങൾ എത്ര പരിഹസിച്ചാലും ആ സാർവദേശീയ കാഴ്ചപ്പാട് ഞങ്ങൾ വിടില്ല സാർ. ഇവിടെ ഹോർമുസ് കടലിടുക്കിൽ ആ പാത ഇറാൻ അടച്ചപ്പോൾ ഇവിടെ ചായക്കടയിൽ വിലവർധനവുണ്ടായി. ആ കാര്യത്തെ കുറിച്ച് ഇവിടെ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ ഉഗാണ്ടയിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ കുടപിടിക്കുന്നു എന്ന് ആക്ഷേപിക്കുന്നത് ശരിയല്ല സാർ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നെഹ്റുവിയൻ സോഴ്സിസ്റ്റാണെന്ന് പറയുന്നു. പക്ഷെ നെഹ്റുവിയൻ സോഴ്സിസ്റ്റാണെന്ന് പറയുന്ന വാദങ്ങളുമായി വരുന്നത് അങ്ങേയറ്റം അപമാനകരമാണ്. കൺക്ലൂഡ് ചെയ്യാണ് സാർ. അതുകൊണ്ട് സാർ, ഞങ്ങളുടെ സാർവദേശീയ വീക്ഷണത്തെ എല്ലാം അപമാനിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഈ നിലയിൽ അവതരിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രി ഈ നിലയിൽ അപമാനിക്കുന്നതും ആ നിലയിൽ അധിക്ഷേപിക്കുന്നതും ശരിയല്ല എന്നാണ് ആ കാര്യം സംബന്ധിച്ച് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഞാൻ ചുരുക്കിയാണ് സാർ. ഈ ധനാഭ്യർത്ഥന ചർച്ചയെ, ഈ ധനാഭ്യർത്ഥന ബില്ലിനെ ഞാൻ ശക്തമായി എതിർക്കുകയാണ്. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ്
വളരെ ശക്തമായ നിലയിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയ സന്ദർഭത്തിൽ ആ പദ്ധതിയുടെ എല്ലാം തുക വെട്ടിക്കുറച്ചുകൊണ്ട് ഒരു പകപോക്കൽ സമീപനമാണ് ഈ ബജറ്റ് ഭാഗമായി ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിച്ച് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു.